മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. തിരുസഭയിൽ നവഗ്രഹമായി ക്രിസ്തുവിൽ ഉടമ്പടി ചെയ്തിടുമ്പോൾ, ദാമ്പത്യവല്ലരി പൂവണിയാ സ്നേഹത്തിൻ കൂദാശയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി നമ്മുടെ ഇടവക സന്തോഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ ഇടവകയുടെ മകൻ ജെറോം ജേക്കബും ഒപ്പം തന്നെ മാർട്ടിനെയും വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നായി തീരാൻ, തിരുസഭയുടെ മുൻപിൽ ഒന്നായി തീരാൻ പോകുകയാണ്. പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഈ കൂദാശയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇവരുടെ മേലും ഇവരുടെ കുടുംബാംഗങ്ങളുടെ മേലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ദിവസം ഈ തിരുക്കർമ്മങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഡേവിസ് തരകൻ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്കും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്നേ ദിവസം നമ്മുടെ ഈ കുദാശയ്ക്ക് സന്ദേശം നൽകുവാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഡിറ്റോ കൂലാച്ചനാണ്. ഡിറ്റോ അച്ഛൻ തൃശ്ശൂർ അതിരൂപത അംഗമാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ വിവാഹം കുദാശ പരികർമ്മം ചെയ്യുന്നത് മാർട്ടിൻ ഉണ്ട് പാടൻ അച്ഛനാണ്. CMI സഭാംഗമാണ്. ഭോപ്പാൽ പ്രൊവിൻസിലെ അച്ഛനാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഫാദർ എബ്രാഹാം ജോസഫ് അച്ഛൻ CEO സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CEO ആണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഫാദർ KT വർഗീസ് അച്ഛൻ സെന്റ് മേരീസ് സ്കൂളിലെ ഇടവകര വികാരി അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഫാദർ വിനീത് കോശി അച്ഛൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നെരുളിലെ വികാരി അച്ഛനാണ്. അച്ഛന്മാരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ക്ഷണം സ്വീകരിച്ചെത്തിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ഇവർക്ക് വേണ്ടി ജെറോമിനും ഒപ്പം തന്നെ മാർട്ടിനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം.
നാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസ ഞങ്ങൾ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്കും വേണ്ടി ഈ ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തൃക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും
ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ പുതിയ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യനെന്ന് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികളും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലെ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യൻ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീയെ രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ, അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്നുള്ള എടുത്തപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവളെ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. A reading from the letter of St. Paul to the Ephesians, chapter 5, verses 20 to 33. Always and for everything, give thanks in the name of our Lord Jesus Christ to God the Father. Be subject to one another out of reverence for Christ. Wives, be subject to your husbands as to the Lord.
For the husband is the head of the wife, as Christ is the head of the church, his body, and is himself its Savior. As the church is subject to Christ, so let wives also be subject in everything to their husbands. Husbands, love your wives as Christ loved the church and gave himself up for her, that he might sanctify her, having cleansed her by the washing of water with the word, that he might present the church to himself in splendor, without spot or wrinkle or any such thing, that she might be holy and without blemish. Even so, husbands should love their wives as their own bodies. He who loves his wife loves himself. For no man ever hates his own flesh, but nourishes and cherishes it, as Christ does the church, because we are members of his body. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one. This is a great mystery, and I mean in reference to Christ and the church. However, let each one of you love his wife as himself, and let the wife see that she respects her husband. This is the word of the Lord. Thanks to Christ our Lord. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രോതാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കുവോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു,
അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനാൽ ചെയ്ത അത്ഭുതം. അവന് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന്. യേശുക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ, സഭയിൽ ഒരു പുതിയ കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്ന ജെറോമിനെയും മാർട്ടിനെയും ഏറെ സ്നേഹത്തോടെ അൾത്താരയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുവാനായി നമ്മോട് കൂടെയായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് അച്ഛൻ, മാർട്ടിൻ അച്ഛൻ, വികാരി അച്ഛൻ, പ്രിയപ്പെട്ട മാർട്ടിനയുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹമുള്ള അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ജെറോമിൻ്റെയും മാർട്ടിനായുടെയും മാതാപിതാക്കൾ, ജെറോമിൻ്റെ സഹോദരൻ ജെറിൽ, മറ്റ് ബന്ധുമിത്രാദികളെ, ഏറ്റവും അനുഗ്രഹപ്രദമാകുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിൽ നമ്മൾ ആയിരിക്കുന്നു. വികാരിച്ചൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇടവകയിലേക്ക് ഒരു മകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. ചെറുവത്തൂർ കുടുംബത്തിലേക്ക് ഒരു മകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഏറെ പ്രത്യേകമായി ജെറോമിൻ്റെ ജീവിതത്തിലേക്ക് 2026 വർഷത്തിലെ ഒരു പുതുവർഷ സമ്മാനമായി ആദ്യ ഞായറാഴ്ച തന്നെ ആഗ്രഹം പൂവണിയുന്ന നിമിഷമാണ് ഇത്. ആഗ്രഹം തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണ നിമിഷമാണിത്. ആ ഒരു പൂർത്തീകരണ നിമിഷത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കാഴ്ച സമർപ്പണത്തിന് അങ്ങ് വാതുക്കൽ നിന്ന് കയറി വരുമ്പോൾ ജെറോമും മാർട്ടിനായും നന്നായിട്ട് ചിരിച്ച വന്നിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ചിരി പോയി. ഞാൻ നോക്കിയിട്ട് ഒരു ടെൻഷൻ മുഖത്ത് കയറിയോ എന്നൊരു സംശയം. അത് എന്തുകൊണ്ടാണ് എന്ന് പല രീതിയിൽ ഞാൻ ചിന്തിച്ചു. ആദ്യമായിട്ടാണ് ഒരു കൂദാശയ്ക്ക് അവർ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ച്, വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് അവർ ഒരുമിച്ച് അൾത്താരയ്ക്ക് മുമ്പിൽ കഥാപാത്രങ്ങളായി നിൽക്കുന്നത് ആദ്യമായിട്ട് അല്ലേ? ഇതൊന്നും അറിയാതെ മാർട്ടിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ജെറോം വായിക്കും എന്നുള്ളത്. ബൈബിൾ വായിക്കുന്നു. ജെറോം കയറി പോകുമ്പോൾ നോക്കുക എവിടേക്ക് പോകുന്നേ. ഇത്രയും ശ്രദ്ധയോടുകൂടി ഒരാൾ പോലും ലേഖനം വായിക്കുന്നത് മാർട്ടിനെ ശ്രദ്ധിച്ചു കാണില്ല പള്ളിയിൽ. ആദ്യമായിട്ടാകും എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. മറ്റൊരു ടെൻഷൻ എന്തായിരിക്കുമെന്ന് ഞാൻ സൈഡിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങളെ റെക്ടറായിരുന്ന, ഇന്ന് സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന തട്ടിൽ പിതാവ് എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് നൽകിയ ഒരു ആശംസ എൻ്റെ ഓർമ്മയിൽ വന്നു. വേറൊന്നുമല്ല, അന്ന് തട്ടിൽ പിതാവ് പ്രസംഗത്തിന് പറഞ്ഞത് പള്ളിയിൽ കെട്ടിൻ്റെ സമയത്ത് എത്ര അച്ഛന്മാരുണ്ടാകുമോ അത്ര പിള്ളേരുണ്ടാകും എന്ന് പറഞ്ഞു. ഈ എണ്ണത്തെക്കുറിച്ച് പിന്നെ വീണ്ടും നോക്കുമ്പോൾ ഇത്രയും 4 പേര്, 4, 3, 7 പേരാകുമ്പോൾ കർത്താവേ എന്നൊരു ചിന്തയാണോ ഇവരുടെ മനസ്സിലെ ടെൻഷൻ എന്ന് തോന്നുന്നു. നീ അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്രയധികം പ്രാർത്ഥിക്കാനായിട്ട്, കൂടെ നിൽക്കാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട് ഇത്രയും പേരുണ്ട്. അതുകൊണ്ട് 2 പേരും ഇവിടെ ആയിരിക്കുന്നു. പ്രകാശത്തിന്റെ അനുഭവമുണ്ട്, മഹത്വത്തിന്റെ അനുഭവമുണ്ട്, മുഖത്ത് സന്തോഷത്തിന്റെ അനുഭവമുണ്ട്. കുടുംബ ജീവിതം എന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമാണ് എന്ന് പറയാറുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ ബന്ധിതമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളാണ് സന്തോഷത്തിന്റെ രഹസ്യവും, മഹത്വത്തിന്റെ രഹസ്യവും, പ്രകാശത്തിന്റെ രഹസ്യവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിലെ ഒന്നാണ്, എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ദുഃഖത്തിന്റെ രഹസ്യം എന്നത്. കുടുംബജീവിതത്തില് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന ഒരു കാര്യമാണ് ദുഃഖം എന്നത്. സന്തോഷമുണ്ട്, മഹത്വമുണ്ട്, ഉറപ്പായിട്ടും പ്രകാശമുണ്ട്, എന്നാൽ ദുഃഖം കൂടെയുണ്ട്. മഹത്വത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് മർട്ടീന ഒരുങ്ങി വന്നിരിക്കുന്ന ഈ രീതിയിൽ നാളെ ഈ പള്ളിയിൽ വീണ്ടും വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. തൃശ്ശൂർ ഭാഷയിൽ പറയും, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുന്നൊക്കെ പറയും. നാളെയും ഇതേ വേഷത്തിൽ വന്നാൽ സാധ്യമല്ല. വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ അടയാളമായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ട് മാർട്ടീന ഇന്നൊരു രാജകുമാരിയെ പോലെയാണ് കടന്നു വന്നിരിക്കുന്നത്. പണ്ടൊക്കെ പ്രിൻസ് രാജകുമാരൻ അല്ലെ പറഞ്ഞിരുന്നത് പോലെയാണ് 2 പേരുടെയും കടന്നുള്ള വരവ്. ആ ഒരു മഹത്വത്തിന്റെ അനുഭവമാണ്. കർത്താവിന്റെ മഹത്വത്തില് വിവാഹം എന്ന കൂദാശ, ഈ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് പൗരോഹിത്യമാണ് ഏറ്റവും മഹത്തരമായ കൂദാശ എന്ന് പറയപ്പെട്ടാലും, ഒരു അപ്പച്ചനോട് ഞാൻ ചോദിച്ചു ഏതാണ് ഏറ്റവും മഹത്തരമായ കൂദാശ എന്ന് ചോദിച്ചു. ആ അപ്പച്ചൻ പറഞ്ഞു വിവാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ. ഞാൻ ചോദിച്ചു കാരണം പറഞ്ഞത്
4 കൈകൾ ചേർന്ന് സ്വീകരിക്കുന്ന കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. കൂദാശ വരപ്രസാദപരം പരികർമ്മം ചെയ്യപ്പെടുന്ന ദൃശ്യമാക്കുന്ന അടയാളമാണ് എന്ന് പറയുമ്പോൾ ഈ വരപ്രസാദപരം സ്വീകരിക്കാനായിട്ട് 4 കരങ്ങൾ ഒരുമിച്ച് പിടിക്കുന്ന ഒരു കൂദാശ ഏത് എന്ന് ചോദിച്ചാൽ അത് വിവാഹമാണ് എന്നാ പറയുന്നത്. ഭാര്യയുടെ 2 കരങ്ങളും ഭർത്താവിന്റെ 2 കരങ്ങളും അത്രമാത്രം പവിത്രമായ പ്രാധാന്യമർഹിക്കുന്ന കൂദാശയാണ്. ഈ കൂദാശ കുടുംബ പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമാകണം എന്ന് ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് തുടങ്ങുന്ന ജീവിതത്തിൽ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഉറപ്പായിട്ടും ഞാൻ ആലോചിക്കുകയായിരുന്നു, പൗരോഹിത്യം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളോട് അച്ഛന്മാരോട് പറയും, നീ ഒരു പുതിയ ജീവിയാകണം, പുതിയൊരു ജന്മമാണ് നിനക്ക് എന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പുതുജന്മം സാധ്യമാകുന്നത് വിവാഹം എന്ന കൂദാശയിലാണ്. വിവാഹം എന്ന കൂദാശയിലാണ് യഥാർത്ഥത്തിൽ ഒരു പുതുജന്മം സാധ്യമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ വരെ, ഈ പള്ളിയകത്തേക്ക് കടന്നു വരുന്നത് വരെ മാർട്ടിനയുടെ അപ്പനും അമ്മയുടെ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കടന്നു വരുന്നത് വരെ മാർട്ടിനയുടെ വീട്ടുപേരെന്തായിരുന്നു? പള്ളിയകത്തേക്ക് കടന്നു വരുന്നത് വരെ മാർട്ടിനയുടെ വീട്ടുപേരെന്താ? പള്ളിയകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ മാർട്ടിനയുടെ വീട്ടുപേരെന്താണ്? ആലോചിച്ച് നോക്കിയാൽ മതി. തൃശ്ശൂർ ഭാഷയിൽ ഞങ്ങളൊക്കെ പറഞ്ഞ പിൻകോഡ് അടിച്ചു പോകുക എന്ന് പറയും, അഡ്രസ് അടിച്ചു പോകുക എന്ന് പറയും പരിപാടി. മാർട്ടിനയുടെ അഡ്രസ്സ് മാറാൻ പോവുകയാണ് ഈ ഒരു നിമിഷം കൊണ്ട്, ഈ ഒരു ആശീർവാദം കൊണ്ട്, ഈ ഒരു താലി കേട്ടുകൊണ്ട്, ഈ ഒരു കൂദാശ വഴി മാർട്ടിനയുടെ അല്ലേ അങ്ങനെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവും, മാർട്ടിനേക്ക് മനസ്സിലാവില്ല, വേറെ ആർക്കും മനസ്സിലായെങ്കിലും മാർട്ടിനെങ്കിലും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ ചെറുവത്തൂർ എന്ന വീട്ടുപേരിലേക്ക് മാറാൻ പോവുകയാണ്. ഈ ഒരു ഭവനം ഞാനുമായിട്ടുള്ള ബന്ധം 10-11 വർഷത്തോളമായി ആരംഭിച്ചിട്ട് യഥാർത്ഥത്തില് 2 ആൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബമാണ്. ജേക്കബ് ചേട്ടന്റെയും ത്രേസി ചേച്ചിയുടെയും. ഞാനും അവിടെ ഒരു മകനായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും എനിക്കും ഒരു പ്രചോദനം നൽകുന്നത് ഞാനും എൻ്റെ വീട്ടിൽ 2 മക്കളാണ്. ഒപ്പം എൻ്റെ അപ്പനും അമ്മയും പെൺമക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണിത്. നേരിട്ട് സ്നേഹിക്കുന്നില്ലെങ്കിലും, നേരിട്ട് പ്രാർത്ഥനകൾ എത്തുന്നില്ലെങ്കിലും പല പെൺകുട്ടികളും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മാർട്ടിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പലരുടെയും ജീവിതത്തില് വഴിയാത്രയില് വഴി തടഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ച സാഹചര്യങ്ങളിൽ സഹായഹസ്തം നീട്ടുവാനായിട്ട് എനിക്ക് പിൻബലമായി നിന്ന വ്യക്തികളിൽ ഒരു കുടുംബമാണ് ഈ കുടുംബം. പല പെൺമക്കൾക്കും അന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട് ഈ 2 ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആ കുടുംബങ്ങളെ ഞാൻ പരമേൽപ്പിച്ചു. അവരാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഈ കല്യാണത്തിന് പോകണം. കാരണം ജെറിലിന്റെ ആദ്യ കുർബാന സ്വീകരണം നടത്താനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ, ജെറോമിന്റെ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ അതിനു മുമ്പ് കഴിഞ്ഞു പോയതുകൊണ്ട് അവസരം കിട്ടിയില്ല. കല്യാണത്തെങ്കിലും ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ആ കുടുംബത്തിലേക്ക് ഒരു മകൾ കയറി ചെല്ലുന്ന അവസരത്തിൽ. ഇന്ന് ആകേണ്ടത് പെൺമക്കൾ ഇല്ലാത്ത ആ കുടുംബത്തില് മാർട്ടിനയുടെ സാന്നിധ്യം മരുമകളായിട്ടല്ല പ്രതീക്ഷിക്കുന്നത്, മകളായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മകളായി ജീവിതം അനുഗ്രഹത്തിന് നിറവിലാക്കി മാറ്റുവാനായിട്ട് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ യാത്രയിൽ, മുന്നോട്ടുള്ള യാത്രയിൽ പല പ്രതിസന്ധികളും, ഈ പറഞ്ഞതുപോലെ ദുഃഖത്തിന്റെ അനുഭവമൊക്കെ ഇഷ്ടംപോലെ വരും. യാഥാർത്ഥ്യങ്ങളോട് അടുക്കുമ്പോൾ, തനി സ്വഭാവം കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ മനസ്സിലാകുന്ന സാഹചര്യങ്ങൾ വരും. ഇപ്പൊ നോക്കുമ്പോ സ്നേഹിക്കുന്ന നിമിഷങ്ങളിൽ സ്നേഹിക്കാനായിട്ട് വിവാഹം എന്ന കൂദാശ വഴി ഒന്നാകാം നിമിഷം വരെ നോക്കുമ്പോ ജെറോമിൽ നന്മകൾ മാത്രമേ കാണാനുള്ളൂ. ജെറോം നോക്കുമ്പോൾ മാർട്ടിനയിൽ നന്മകൾ മാത്രമേ കാണാനുള്ളൂ. എന്നാൽ ഇത്രയും നാൾ ഞാൻ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ എന്നോട് വന്ന് പറഞ്ഞു, ആ ചെറുക്കനെയും പെൺകുട്ടിയെയും ഒരുമിച്ച് ചേർക്കരുത്, ഇവരെയല്ല ഒരു സ്ഥലം തൃശ്ശൂർ ഭാഗത്ത് ഒരുമിച്ച് ചേർക്കരുത് എന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മാക്സിമം ആ കല്യാണം പിരിച്ചു വിടണം എന്ന് പറഞ്ഞു, കല്യാണം കഴിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചെറുക്കനെയും പെൺകുട്ടിയെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് ചെറുക്കന്റെ കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. പെൺകുട്ടിയോട് ഒരു രക്ഷയില്ല, സമ്മതിക്കില്ല, പെൺകുട്ടി ഒരിക്കലും സമ്മതിക്കും, അങ്ങനെ ഇല്ലച്ച, അവനൊരു കുറവുമില്ല. അവൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകാതായി തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ എന്തേ പറയണേന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു എന്നോട്, ചെറുക്കൻ എന്നോട് പറയുന്നു, ഇവളിതാ പറയണേ അച്ഛ, അച്ഛന് മനസ്സിലാവേണ്ട അവള് പറയുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോ ഇതേ കഥാപാത്രങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഞാൻ വിയോജിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല, അവർ കല്യാണം കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നിരുന്നു. തർക്കമാണ് രണ്ടാളും. പെൺകുട്ടി പറയുന്നത് ഭർത്താവിന് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന് മുൻപ് എനിക്ക് മനസ്സിലാകാതിരുന്ന കാര്യം അവന് മനസ്സിലായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം അവന് മനസ്സിലാകുന്നില്ല. ഒരു കുഴപ്പം. ജീവിതയാത്രയിൽ
ഇതിന് വേറെ ഉദാഹരണങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. ഇവിടെ അപ്പുറത്ത് തിരിച്ചിരിക്കുന്ന കുറച്ച് ഭാര്യമാര് ഭർത്താക്കന്മാരുണ്ട്. അവരോട് ചോദിച്ചറിയാം സംഗതി എന്താന്നുള്ളത്. നമ്മുടെ അനുഗ്രഹീതമായ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയിൽ പരസ്പരം നിറവായി മാറുവാനുള്ള ഒരു അനുഗ്രഹത്തിന്റെ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് പോലെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് ലഭിച്ചിരിക്കുന്ന ജെറോം എന്ന ഭർത്താവ് മരമല്ല, മാലാഖയല്ല, മനുഷ്യനാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന മർട്ടീന എന്ന ഈ ഭാര്യ മാലാഖയല്ല, മരമല്ല, മനുഷ്യനാണ്, കുറവുകളുള്ളതാണ്. കുറവുകളെ നിറവുകളാക്കുവാനാണ് ഒരു ഭർത്താവായ ഒരു ഭാര്യയായി കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ഒരു അനുഗ്രഹത്തിന് നിറവുണ്ടായാൽ, പരസ്പരം മനസ്സിലാക്കി മുന്നേറിയാൽ അത് അനുഗ്രഹത്തിന്റെ ജീവിതമാകും. പലപ്പോഴും പുതുവത്സര സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കാനായി അല്ലെങ്കിൽ അടുത്ത സമ്മാനം കിട്ടാനായി അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കും. ഇത് ആജീവനാന്തമുള്ള സമ്മാനമാണ്. മനസ്സിലാക്കണം. കർത്താവിന്റെ പിന്നാലെയുള്ള യാത്രയാണ്. തീർച്ചയായും കർത്താവ് കൂടെ ചേർത്ത് നിർത്തുമ്പോൾ നൽകപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് കുരിശാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. കുരിശിനെ, സഹനത്തെ പുണ്യമാക്കി മാറ്റുവാനാണ് ക്രിസ്ത്യാനിയുടെ ചേർത്ത് നിർത്തിയുള്ള വിളി. ഈ വിളി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അനുഗ്രഹത്തിന്റെ നിറവിൽ മുന്നേറി ലഭിക്കുന്ന മക്കളെ, ലഭിക്കുന്ന കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ കുടുംബ ബന്ധങ്ങളാക്കി മുന്നേറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പേരിൽ അനുഗ്രഹത്തിന്റെ നിറവുണ്ട്, കാഴ്ചയിൽ അനുഗ്രഹത്തിന്റെ തിളക്കത്തിന്റെ നിറവുണ്ട്. ജീവിതത്തിലും ആ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനവേദികളിൽ കയറി നിൽക്കുമ്പോൾ ജെറോമിനെ ഓർക്കാത്ത ഒരു വൈദികരുമില്ല. ജെറോം ബിബ്ലിക്കൽ കമന്ററിയാണ് പലപ്പോഴും ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കമന്ററി. മർട്ടീനയെ ഓർക്കാത്ത സ്പോർട്സ് താരങ്ങളില്ല. എല്ലാ ജീവിതവും ബൈബിളും സ്പോർട്സ് എന്ന ഓട്ടത്താരവും ഒക്കെ അല്ലെങ്കിൽ കളിത്താരവുമായി മാറുമ്പോൾ ജീവിതത്തിൽ വചനമെടുത്ത് മുറിക്കുവാനും വചനമെടുത്ത് ജീവിക്കുവാനും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും പരസ്പരം കൈ ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി നേരുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കുപ്പാം. നല്ല ഈശോയെ, നിൻ തിരുസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് വിവാഹമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ രണ്ട് മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഒന്നായി തീരുക, നിന്നിൽ ഒന്നായി തീരുക, അനുഗ്രഹത്തിന് നിറവാക്കി മാറ്റുവാനുള്ള കൃപ ഇവർക്ക് നീ പ്രദാനം ചെയ്യണമേ. തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മേ, ഇവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഇവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധാത്മാക്കളെ ഇവർക്കായി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഇവരെ വളർത്തുകയും ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന്
പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആത്മവിഭൂഷിതമണവാട്ടി തിരുമണവാളൻ മനയറിയെങ്കിൽ നയിച്ചല്ലോ. ശരീരങ്ങൾ ശ്രീധരമായി നിനക്കേകി നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ജെറോം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാർട്ടീനയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മാർട്ടീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജെറോമിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹബന്ധത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴിയും തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനശ്വരമായ വസ്ത്രങ്ങൾ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പരിപൂർണമായ ആത്മസമർപ്പണത്തോടും പരസ്പര സ്നേഹ വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക
മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാപികയും ഓമൽസുതനാമീശോയും പിതാവും കന്യാപികയും ഓമൽസുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ അർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നിങ്ങളിൽ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ഈ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയുമായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മാനവനിരയോട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാധനമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നു ദൈവാമികയെയും മറിയോസേപ്പിനെയും സാദരം ഓർത്തിടാം. പാവനമീ ബലി
സുതരുടെ പ്രേക്ഷിതരെ, സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ അമീനാമീൻ. മതോമായെയും മനസാക്ഷികളെയും സത്കർമ്മികളെയും ദൈവത്തിലോർത്തിടാം. കൂടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ജനരെല്ലാരും നിൻ പരിതോത്താരത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ ഹൃദയങ്ങൾ ചൊരിയുവിനേക്കും. ഓം പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ദൈവത്തെ ഓതാൻ നിത്യം പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകദാതാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെ ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെ ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹത്തിനും വിശ്വാസവുമായ എല്ലാ വരുന്ന കർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മറിച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശാടി കൃപ ഈ ബലി നമുക്ക് സാഹിത്യവും രക്ഷിക്കുകയും സർവ്വരാജ്യം നിത്യജീവൻ കാരണമാകട്ടെ.
കർത്താവെ ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനം നിങ്ങളോട്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അർച്ചിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ. ഭയഭക്തി ജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രവാദൻ സഹവാസവുമീ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ സ്തുതിഗീതങ്ങൾ
പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും എന്നും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാൽ ഉന്നത നീതിയോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യം. ഉന്നത നീതിയോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായി ദാസരവിടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീയുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിരസമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവും മേലധ്യക്ഷനുമായ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാപ്പോലിത്തയ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, മിശംശാനമാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായി വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഇടവക ജനത്തിനും വിവാഹമെന്ന കുദാശയിലൂടെ ഇന്നൊന്നായി ചേർന്നിരിക്കുന്ന മഠിനായും ജെറോമിനെയും ഒരു കുടുംബാംഗങ്ങളെയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മുൻ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോവൻ ശിഷ്യരെ അറിയിച്ചു
സ്വർഗത്തിൽ നിന്നാകരമാ ജീവൻ നൽകിടുവാൻ ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുവൻ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അവലമായ ശരീരത്തുകളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്മകളെ സമീപിക്കാം. അനുതാപത്തിലുള്ള ശരീരത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സകലത്തിന്റെയും നാഥായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാക്കൾ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജനയോടും ഐക്യത്തോടും കൂടി ദിവരാസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവൻ അക്ഷരങ്ങളെ ഏൽപ്പിനും ആത്മാക്കളെ രക്ഷക്കാരമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാന ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാണ്ടിയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തിലുള്ള പ്രവർത്തിക്കവൻ സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തെ ഉള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരിയും ചെയ്യിക്കാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മയേറിടും അപ്പമായെന്റെയുള്ളിൽ വാഴുവാനൻ യേശുനാഥൻ അണയുമീ നേരം. അതിരുള്ള സ്നേഹത്തിൻ അടയാളത്തിൻ അടയാളമെന്നി ചെറിയുന്നു വെണ്മയേറിടം ആഴുവാനൻ യേശുനാഥൻ അണയുമീ നേരം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്ഥിതിയോർക്കും പരിശുദ്ധവും ജീവിതവും ദൈവമായ ഈ രസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടുത്തെ ദാതാവ് ദൈവത്തിന് സ്ഥിതിയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടു കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെയും നാഥനായ മാരൗസ്യ പിതാവിൻ്റെയും മാധ്യസ്ഥം പ്രത്യേകമായി ഇടവകയുടെ മധ്യസ്ഥനാവിസ്തോമാസ്ലിയുടെ മാധ്യസ്ഥവും കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യപൂർണ്ണം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെ പ്രാർത്ഥന ഇവരെ സഹായിക്കുമാറാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷന് സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശാഖകൾ
പൂമരങ്ങളും